ആരും ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഭക്ഷണം കണ്ടാലുള്ള അവൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ് അവൻ കാണിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെടുമങ്ങാടുള്ള മെഹ്റാസിലേക്കാണ്. എന്തിനാണെന്നറിയണ്ടേ? ഒരു ബിരിയാണിയും ഒരു കിഴിപ്പൊറോട്ട ഇവിടുത്തെ അടിപൊളിയാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ആ കിഴിപ്പൊറോട്ട. അപ്പോൾ കിട്ടിയ പാടെ തന്നെ ഞാൻ പെട്ടെന്ന്, നല്ല ചൂട് കിഴിപ്പൊറോട്ടയായിരുന്നു, അത് മൊത്തം തുറന്ന് നോക്കിയപ്പോഴാണ് ഗായ്സ് മനസ്സിലായത് അത് കിഴിപ്പൊറോട്ടയല്ലായിരുന്നു, ഇറ്റ് വാസ് എ ബിരിയാണി. ശരിക്കും പറയാലോ, ഞാൻ പറ്റിക്കപ്പെട്ടു വീണ്ടും. അപ്പം നേരത്തെ വന്ന ബിരിയാണി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ അവൻ്റെ അടുക്ക പറഞ്ഞ് എനിക്കും കൂടെ ഒന്ന് സെർവ് ചെയ്തുക. ഒരു ചിക്കൻ്റെ ഒരു ലെഗ് പീസും കിട്ടി, പിന്നെ നാണ്ട് ഒരു മുട്ടയും കൂടെ ഇട്ട് തന്നു. ആ മുട്ടയും കൂടെ കിട്ടി. അപ്പം ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ റൈസ് വൈസ് ദ ബിരിയാണി കുറച്ചും കൂടെ ബിരിയാണിയുടെ റൈസ് വെന്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിനെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല വൈസ് ആൻഡ് എവറിത്തിങ് ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസസ് ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇച്ചിരി തൈരും അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി പപ്പടവും പിന്നെ അച്ചാറും, പിന്നെ എനിക്ക് ശരിക്കും ആ മുട്ടയുടെ മഞ്ഞ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്നൊന്നും അറിയില്ല, അതെങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ട് ആ ബിരിയാണീൻ്റെ ഒരു പിടി ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ സത്യം പറയാൻ ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമ്മുടെ താരം കിഴിപ്പൊറോട്ട. കഴിഞ്ഞ പ്രാവശ്യം കിഴിപ്പൊറോട്ട എന്ന് പറഞ്ഞിട്ട് ബിരിയാണി തന്ന് പറ്റിച്ചുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും പൊറോട്ട തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊറോട്ടയുടെ മുകളിൽ തന്നെ ഒരു മുട്ട വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കി അവൻ്റെ വായിൽ നിന്ന് നല്ലോണം വെള്ളം ഊറുന്നുണ്ടായിരുന്നു. അല്ല, അപ്പോഴാണ് അവൻ ഈ അവൻ്റെ സ്ഥായി ചിഹ്നം എന്ന് നമുക്ക് പറയാൻ പറ്റും, സ്ഥായി ഭാവം ഒക്കെ കണ്ട് ഞാൻ വായിലേക്ക് ഒരു പൊറോട്ടയാണോ മുട്ടയാണോ എന്തോന്ന് വായിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഴിപ്പൊറോട്ടയുടെ കാര്യത്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ 3 പൊറോട്ടാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ബീഫ് അവൈലബിൾ അല്ല കിഴിപ്പൊറോട്ടയിൽ. ആസ് ഓഫ് നൗ ചിക്കൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. കിഴിപ്പൊറോട്ട ഇറ്റ് വാസ് റിയലി സോഫ്റ്റ് ആയിരുന്നു. ഏറ്റവും താഴത്തെ ലെയർ കിഴിപ്പൊറോട്ടയുടെ അത് അധികം ഹാർഡല്ലായിരുന്നു. ഈ ഗ്രേവിയിലൊക്കെ കുതിർന്ന ബീഫ് ഒക്കെ കഴിക്കാൻ ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് ഈ ചിക്കൻ കറിയിലെ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കുക്ക്ഡായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു, ടെൻഡറും ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു, ബൈ.